ലോകത്തിൻ്റെ പ്രമാണങ്ങളല്ല, വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നതായിട്ടുള്ള മാതൃകയാണ് ക്രൈസ്തവ വിശ്വാസി പിന്തുടരേണ്ടതെന്ന് ശക്തമായി ഈ സന്ദേശത്തിലൂടെ ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വിശുദ്ധിയുടെ നല്ല പാഠങ്ങൾ പകർന്നു കൊടുക്കപ്പെടേണ്ട പ്രാരംഭ പാഠശാല നമ്മുടെ ഭവനങ്ങളാണ്. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹിക്കണം. നമ്മൾ അശുദ്ധിയിലിരിക്കുമ്പോൾ ദുർനടപ്പിലേക്ക് നമ്മൾ പോകും. പാപം പെരുകാനിടയായിത്തീരും. നമ്മളിലുള്ള ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു. എന്നാൽ ആത്മാവിൽ നമ്മൾ നിറഞ്ഞിരിക്കുമ്പോൾ ആത്മസ്വഭാവം നമ്മിൽ നിന്ന് വെളിപ്പെട്ടു വരും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ അനന്തമായ കൃപകൾ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. ലോകത്തിൽ വ്യത്യസ്തങ്ങളായ ധാരാളം മതവിശ്വാസങ്ങളുണ്ട്. എല്ലാ മതങ്ങളും അവരുടെ വിശ്വാസം അനുസരിച്ച് വിശുദ്ധിക്ക് പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ തന്നെയും ക്രിസ്തീയ വിശ്വാസം വിശുദ്ധ ജീവിതത്തിന് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് വിശദീകരിക്കുന്നതായി നമുക്ക് തിരുവചനത്തിലുടനീളം കാണുവാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനങ്ങളോട് ദൈവം ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ ജനം അതുകൊണ്ട് തന്നെ എപ്രകാരം വിശുദ്ധിയിൽ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അന്നത്തെ മത നേതാക്കന്മാർ വരച്ചിരുന്നതായിട്ടുള്ള ആ ഒരു വിശുദ്ധിയുടെ മാനദണ്ഡത്തിന് വെളിയിൽ കർത്താവ് വിശുദ്ധിയെ സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകുന്നത് തിരുവചനത്തിലൂടെ നമ്മൾ വായിക്കുകയാണ്. അന്നത്തെ മതത്തിൻ്റെ നേതാക്കന്മാർ ചിന്തിച്ചിരുന്നത് പാപികളായ ആളുകളിൽ നിന്ന് വേറിട്ട് ജീവിക്കുന്നതാണ് വിശുദ്ധിയുടെ മാനദണ്ഡം. അശുദ്ധരെന്ന് സമൂഹം എണ്ണിയിരുന്ന താഴ്ന്ന ജാതിക്കാരായ, അതല്ലെന്നുണ്ടെങ്കിൽ വേദപുസ്തക പരിജ്ഞാനം ഇല്ലാത്തതായ ബഹുഭൂരിപക്ഷം വരുന്നതായിട്ടുള്ള ജനത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനാണ് വിശുദ്ധൻ. എന്നാൽ യേശു ക്രിസ്തു അവരോടൊപ്പം സഹവസിച്ച് അവർ നൽകുന്നതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് അവരോട് ദൈവരാജ്യത്തെ പങ്കുവച്ച് വിശുദ്ധിയുടെ പുതിയ മാനദണ്ഡം കർത്താവ് അവതരിപ്പിക്കുകയായിരുന്നു. യേശു കർത്താവ് പറഞ്ഞു, പാപികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതല്ല വിശുദ്ധിയുടെ മാനദണ്ഡം, മറിച്ച് പാപത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് വിശുദ്ധിയുടെ മാനദണ്ഡമെന്ന് കർത്താവ് പഠിപ്പിക്കുകയും അപ്രകാരം തന്നെ യേശു വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അത് തെളിയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കർത്താവ് പറഞ്ഞ്, ഒരു മനുഷ്യൻ കഴിക്കുന്നതായിട്ടുള്ള ഭക്ഷണപാനീയങ്ങളല്ല അവനെ അശുദ്ധമാക്കുന്നത്, മറിച്ച് അവൻ്റെ ഹൃദയത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ടുള്ള വാക്കുകളും അവൻ്റെ പ്രവർത്തികളുമാണ് അവനെ അശുദ്ധമാക്കുന്നത്. മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതായ ദുശ്ചിന്ത, വ്യഭിചാരാസക്തി, കൊലപാതകം, ദ്വന്ദ്വപക്ഷം, അസൂയ, പിണക്കം, ഇതെല്ലാം തന്നെ മനുഷ്യ ഹൃദയങ്ങളെ അശുദ്ധമാക്കി തീർക്കുകയും അത് ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നിന്ന് അവനെ അകറ്റിക്കളയുമെന്ന് കർത്താവ് പഠിപ്പിക്കുവാനും ഇടയായി തീർന്നു. വിശുദ്ധരാകുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഗോഡ്സ് നേച്ചർ ഈസ് ഹോളിനെസ്. ദൈവത്തിൻ്റെ സ്വഭാവമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. പഴയ നിയമത്തിനകത്ത് ലേവ്യ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ദൈവം ഇങ്ങനെ ഇസ്രായേൽ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നാണ്. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമാകുന്നു, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പുതിയ നിയമത്തിൽ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുന്നത്,
ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം എന്നെഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ അവിടെ എല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മളോടൊരാൾ ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുന്നത് വേറെ ഏതെങ്കിലുമൊക്കെ കാര്യമായിരിക്കും. ദൈവം സ്നേഹവാനാണ്, ദൈവം ഉന്നതനാണ്, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, ദൈവം കരുണയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ് എന്നൊക്കെ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വ്യത്യസ്തതയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞാലും ദൈവത്തിൻ്റെ ആത്യന്തികമായ സ്വഭാവം, വേറെ തരത്തിൽ പറഞ്ഞാൽ മറ്റെല്ലാ സ്വഭാവങ്ങളും അടങ്ങിയിരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ വിശുദ്ധിയിലാണ്. ദൈവം വിശുദ്ധനായതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യരായ നാം ഓരോരുത്തരും ആ ദൈവിക വിശുദ്ധിയിൽ ഓരോ ദിവസവും നിലനിൽക്കണമെന്നും ആ വിശുദ്ധിയിൽ നമ്മൾ വളരണമെന്നും സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മനസ്സിലാക്കണം, നമ്മൾ എന്തുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ ആരാധിക്കുന്നതായ നമ്മുടെ സ്വർഗീയ പിതാവ് വിശുദ്ധനാണ് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, സ്തോത്രം, നമ്മുടെ പാരൻസിൻ്റെ നേച്ചറും അവരുടെ പ്രവർത്തന രീതികളുമൊക്കെ കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങളുമൊക്കെ ഒരു വ്യക്തിയുടെ വളർച്ചയെ സ്വാധീനിക്കാറുണ്ട് എന്ന്. അതുപോലെ തന്നെ ഒരു നാട്ടുചൊല്ലാണ്, മുള്ളിൻ്റെ മൂട്ടിൽ മുള്ളല്ലാതെ വേറെ ഒന്നും കുരുക്കുകയില്ല എന്നുള്ളത്. അതായത് നമുക്ക് പകർന്നു നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സ്വഭാവം നാച്ചുറലി എന്താണോ ആ സ്വഭാവമായിരിക്കും പലപ്പോഴും നമ്മിലൂടെ വെളിപ്പെട്ട് വരുന്നത്. നമ്മൾ ജന്മനാൽ പാപികളായതുകൊണ്ട് തന്നെ പാപത്തിൻ്റെ എല്ലാവിധമായ ഇച്ഛാശക്തികളും പാപത്തിൻ്റെ എല്ലാ നേച്ചറും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഒരു സ്വർഗീയ പിതാവിൻ്റെ അല്ലെങ്കിൽ ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതൽ എന്നുള്ള നിലയിൽ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ അനുഭവിച്ചതായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഞാനും നിങ്ങളും സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിൻ്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്വഭാവം നമ്മിലും വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്തും അത് നമ്മളോട് വ്യക്തമായി പറയുകയാണ്. ഒരിക്കൽ ഈ ആഫ്രിക്കൻ രാജ്യത്ത് നടന്നതായിട്ടുള്ള ഒരു സങ്കല്പ കഥ ഇങ്ങനെയാണ് പറയുന്നത്. ആഫ്രിക്കൻ രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം സ്വസ്നേഹിയും അതുപോലെ ധൂർത്തനുമായിട്ടാണ് ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ അന്നത്തെ പ്രജകൾ വളരെ അസ്വസ്ഥരായി. അവർ ഈ രാജാവിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ട് പല പദ്ധതികളും പല ശ്രമങ്ങളും നടത്തി. ഒടുവിൽ ആ പ്രജകളെല്ലാം കൂടി ഒരു തീരുമാനമെടുത്തു. ഈ രാജാവിനെ പിടിച്ചു കെട്ടി പൊതുസ്ഥലത്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തെ പൊതു വിചാരണ നടത്തണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ അവരെല്ലാവരും കൂടി രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിനെ പിടിച്ചു കൊണ്ടുവന്ന് നേരെ ജനത്തിൻ്റെ മധ്യത്തിൽ നിർത്തി. എന്നിട്ട് ഈ ജനത്തോടായി ചോദിച്ചു, ഈ രാജാവ് സ്വാർത്ഥനായി ധൂർത്തനായി സ്വസ്നേഹിയായി ജീവിച്ചു, പ്രജകൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരു നന്മയും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രാജാവിനെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ആ പ്രജകളെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, ഈ രാജാവിനെ കൊന്നുകളയണം. അങ്ങനെ ജനകീയ കോടതിയിൽ വിസ്തരിച്ച് ഈ രാജാവിനെ കൊല്ലുവാൻ തന്നെ തീരുമാനിച്ചു. ഈ രാജാവിനെ കൊന്നു. രാജാവിൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയായിട്ട് ഈ ജനകീയ കോടതിയിൽ വിസ്തരിച്ച് കൊല്ലുവാനിടയായി. ഒടുവിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇളയ ഒരു മകനുണ്ടായിരുന്നു. ആ രാജകുമാരനെ കൊണ്ടുവന്നിട്ട് ഈ ജനകീയ കോടതിയിൽ ചോദിച്ചു, ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണം? എല്ലാവരും പറഞ്ഞു, മറ്റുള്ളവരെല്ലാം കൊല ചെയ്തതുപോലെ, അവരെല്ലാം വകവരുത്തിയതുപോലെ തന്നെ ഈ കുഞ്ഞിനെയും നശിപ്പിച്ച് ഈ രാജകുടുംബത്തിൻ്റെ ഓർമ്മ തന്നെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കണം എന്ന് വിളിച്ചു പറയുണ്ടായി. അപ്പോൾ
അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നതായ ഒരു വ്യക്തി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഈ കുഞ്ഞിനെ കൊല്ലാൻ പാടില്ല. ഈ കുഞ്ഞിനെയും നമ്മൾ കൊന്നു കഴിഞ്ഞാൽ ഈ രാജാവിൻ്റെ ഓർമ്മ എന്നേക്കുമായി നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും. ഇങ്ങനെ ദുഷ്ടനായ ഒരു ചക്രവർത്തി ജീവിച്ചിരുന്നു എന്നും അദ്ദേഹം വളരെ ദുഷ്ടതയേറിയ ജീവിതം നയിച്ചതുകൊണ്ട് ജനകീയ കോടതിയിൽ വിസ്തരിച്ചു ആ മനുഷ്യനെ കൊല്ലുവാനിടയായി തീർന്നു എന്ന സത്യവും ജനം വിസ്മരിച്ച് പെട്ടെന്ന് മറന്നു കളയാനിടയായി. അതുകൊണ്ട് ആളുകൾ ചോദിച്ചു, ഈ കുഞ്ഞിനെ പിന്നെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഈ കുഞ്ഞിനെ ഏറ്റവും നികൃഷ്ടമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ വളർത്താനായിട്ട് ഏൽപ്പിക്കണം. അത് ജനത്തിന് ബോധ്യപ്പെടുകയും അങ്ങനെ ആ കുഞ്ഞിനെ ആ പട്ടണത്തിൽ ഏറ്റവും മോശമായ, ഏറ്റവും പാപത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ നിങ്ങൾ വളർത്തണം, ഈ കുഞ്ഞിന് വേണ്ടുന്നതായിട്ടുള്ള സംരക്ഷണമൊക്കെ കൊടുക്കണം. അങ്ങനെ ഈ രാജകുമാരൻ വൃത്തികെട്ടതായ ആ സാഹചര്യത്തിൽ ആ കുടുംബത്തിനകത്ത് വളർന്നു വരികയാണ്. ആ വീട്ടിലുള്ളതായിട്ടുള്ള സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും വാക്കുകളും എല്ലാം കേട്ടാണ് ഈ രാജകുമാരൻ വളർന്നു വരുന്നത്. ഒരു ദിവസം ഈ രാജകുമാരനെ വളർത്തുന്നതായ ആ വളർത്തമ്മ ഒരു വാക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ വാക്ക് ഈ രാജകുമാരനോട് പറയാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ആ രാജകുമാരൻ ഒരിക്കലും അതിന് തയ്യാറായില്ല. വളരെയധികം നിർബന്ധിച്ചിട്ടും ആ കുഞ്ഞ് ആ പദം ഉപയോഗിക്കുവാനായിട്ട് തയ്യാറായില്ല. ഒടുവിൽ ഈ കുഞ്ഞിനോട് ചോദിച്ചു, എന്തുകൊണ്ട് നീ ഈ പദം ഉപയോഗിക്കില്ല എന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞു പറഞ്ഞത്, ഞാൻ ഈ രാജ്യത്തിലെ രാജാവിൻ്റെ മകനാണ്, രാജകുമാരനാണ്. എനിക്ക് ഇത്തരത്തിലുള്ള മോശമായ വൃത്തികെട്ട പദങ്ങൾ ഉപയോഗിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ല. ഞാനൊരു രാജകുമാരനാണെന്ന് ധൈര്യത്തോടുകൂടി ആ കുഞ്ഞ് പ്രഖ്യാപിച്ചു എന്നാണ്. ഒരുപക്ഷെ ഇതൊരു സങ്കല്പകഥയോ ഇതൊരു യാഥാർത്ഥ്യമായ സംഭവമായിരിക്കാം. പക്ഷെ ഇതിനകത്ത് നമുക്ക് നൽകുന്നതായിട്ടുള്ള ഒരു ആത്മീക പാഠമുണ്ട്. പ്രിയവരെ, നമ്മളെല്ലാവരും ആത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ ജനതയാണ്. പഴയ നിയമത്തിനകത്ത് ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ ജാതികളായ ആളുകളുടെ ജീവിത രീതികളും സ്വഭാവങ്ങളും ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തരുത്, അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്, അവരുമായിട്ട് അനാവശ്യമായ കൂട്ടായ്മകളൊന്നും ഉണ്ടാകരുതെന്ന് പഠിപ്പിച്ച് ഒരു വേറിട്ട ജനതയായി നിൽക്കാനായിട്ട് അവരെ പഠിപ്പിക്കാനിടയായി തീർന്നു. പുതിയ നിയമത്തിനകത്ത് യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ടതായ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണത്തിലൂടെ രക്ഷയിലേക്ക് വന്നതായ ദൈവത്തിൻ്റെ ജനത്തിൽ നിന്ന് സ്വർഗത്തിലെ കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ നാമും വിശുദ്ധിയിൽ വളരണം എന്നുള്ളതാണ്. 1 തെസ്സലോനിക്കർ 4:3 പറയുന്നത്, നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ വിശുദ്ധിയാണ്, നമ്മുടെ ശുദ്ധീകരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ദൈവത്തിൻ്റെ പൈതൽ വിശുദ്ധിയിൽ നിലനിൽക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി, എന്തുകൊണ്ട് നമ്മൾ വിശുദ്ധരായിരിക്കണം എന്ന് ചോദിച്ചാൽ, പത്രോസ് എഴുതിയ 1 ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും ദൈവത്തിൻ്റെ സ്വന്തം ജനവും ആകുന്നു എന്നാണ്. അതുപോലെ തന്നെ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മുൻപേ നിങ്ങൾ ജനമല്ലാത്തവരായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ ദൈവത്തിൻ്റെ ജനം. മുൻപേ നിങ്ങൾ കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മെ അന്ധകാരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിച്ചത് നാം ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിറ്റിയായി, ഒരു ചൂസൺ കമ്മ്യൂണിറ്റിയായി നിലനിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഈ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ജനം
വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഈ വിശുദ്ധി എന്നതിന് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഗ്രീക്ക് വാക്ക് ഹഗിയോസ് എന്നാണ്. ഹഗിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം സെറ്റ് അപ്പാർട്ട്, ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടി വേർതിരിക്കപ്പെട്ടതിന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പദമാണ് ഹഗിയോസ്. പുതിയ നിയമ ദൈവശാസ്ത്ര ചിന്തകനായിരിക്കുന്ന വില്യം ബാർക്ലേ എന്ന് പറയുന്നതായിട്ടുള്ള ചിന്തകൻ ഈ ഹഗ്യോസ് എന്ന് പറയുന്നതായിട്ടുള്ള പദത്തിന് 3 പ്രത്യേക കാര്യങ്ങളെ ഉദാഹരണമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ശബത്ത് ഈസ് എ ഹഗ്യോസ് ബിക്കോസ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ ഡേയ്സ്. ചർച്ച് ഈസ് എ ഹഗ്യോസ് ബിക്കോസ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ ബിൽഡിങ്സ്. ക്രിസ്ത്യൻസ് ആർ ഹഗ്യോസ് ബിക്കോസ് ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം അതർ പീപ്പിൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ശബത്ത് എന്ന് പറയുന്നത് ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ദിവസമാണ്. മറ്റ് 6 ദിവസത്തേക്കാൾ ദൈവം ശുദ്ധീകരിച്ച് വേർതിരിക്കപ്പെട്ട ദിവസമാണ് ശബത്ത്. അതുകൊണ്ട് അതൊരു ഹഗ്യോസാണ്. അദ്ദേഹം പറയുന്നു ചർച്ച് ഒരു ഹഗ്യോസാണ്. കാരണം അത് മറ്റ് ബിൽഡിങ്ങുകളിൽ നിന്നും വ്യത്യസ്തമായി ആരാധനയ്ക്ക് വേണ്ടിയും കൂട്ടായ്മയ്ക്ക് വേണ്ടിയും ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ചർച്ച് എന്ന് പറയുന്നത്. അതുപോലെയാണ് ദൈവത്തിൻ്റെ ജനം ഈ ലോകത്തിൻ്റെ കാലഗതിയിൽ നിന്ന് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ദൈവം തമ്പുരാൻ വേർതിരിച്ച് തിരഞ്ഞെടുത്ത് വച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ ഒരു വേർതിരിക്കപ്പെട്ട കമ്മ്യൂണിറ്റിയായി നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സമ്പത്താണ് ഞാനും നിങ്ങളും. നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത് ഈ ലോകത്തിൽ മാതൃകയുള്ള ദൈവത്തിൻ്റെ ജനമായിരിക്കാനായിട്ട് ദൈവം നിയോഗിച്ചാക്കി വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നടപ്പിൽ, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ കേൾവിയിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സ്തോത്രം നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാനൊരു വേറിട്ട കമ്മ്യൂണിറ്റിയായിട്ട് ജീവിക്കുമ്പോൾ സ്തോത്രം മഹത്വപ്പെടുന്നത് ദൈവത്തിൻ്റെ നാമമാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഒരു ക്രിസ്തീയ വിശ്വാസി, ഒരു ദൈവത്തിൻ്റെ പൈതൽ ലോകത്തിലാണെങ്കിലും അവർ ലൗകികരല്ല. ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾക്കൊത്തവണ്ണം ജീവിക്കാനല്ല ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. മറിച്ച് വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നതായിട്ടുള്ള ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചർ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും അങ്ങനെ ജീവിതത്തെ നമ്മൾ പടുത്തുയർത്തുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ നാമം, പ്രൈസ് ദി ലോർഡ്, അത് മഹത്വപ്പെടുവാനും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ അധികമായി അനുഭവിക്കുവാനും ഇടയായിത്തീരുമെന്നുള്ളതാണ്. ഇന്ന് ക്രൈസ്തവ സഭയ്ക്കും ഇന്ന് ക്രിസ്ത്യാനികൾക്കും സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം, ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വേറിട്ട, ഒരു ചൂസൺ കമ്മ്യൂണിറ്റിയായി, ഒരു സെപ്പറേറ്റഡ് കമ്മ്യൂണിറ്റിയായി ജീവിക്കുവാനല്ല, നിലനിൽക്കുവാനല്ല നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നത്. മറിച്ച് ലോകത്തിൻ്റെ ചപ്പും ചവറും, ലോകം വച്ച് നീട്ടുന്നതായിട്ടുള്ള ഏത് ആധുനികതയും അത് സഭയ്ക്കകത്തും വിശ്വാസ ജീവിതത്തിനകത്തും കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇന്ന് ദൈവസഭയും ക്രൈസ്തവ വിശ്വാസികളും മലിനപ്പെട്ട് കിടക്കുകയാണ്. ഇന്ന് പാപത്തിൻ്റെ മാലിന്യത്തിനകത്ത് സ്തോത്രം സഭയും വിശ്വാസ സമൂഹവും അകപ്പെട്ട് കിടക്കുകയാണ്. എന്നാൽ തമ്പുരാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞെ, നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം നമ്മുടെ തെറ്റിനെക്കുറിച്ച് ഉണരുവാൻ, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആ പദവിയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, സ്തോത്രം അങ്ങനെ നമുക്കൊരു പുതുക്കത്തിന് തയ്യാറാകണമെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവിക വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോൾ നാം ലോകത്തിൻ്റെ മുമ്പിൽ വരച്ചു കാണിക്കുകയാണ്, ഞാനൊരു സെപ്പറേറ്റഡ് സ്തോത്രം ദൈവത്തിൻ്റെ പൈതലായി നിൽക്കാനായിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന്. അപ്രകാരം നമുക്ക് മടങ്ങി വരാൻ കഴിയുകയാണെങ്കിൽ നഷ്ടപ്പെട്ടുപോയ സഭയുടെ സാക്ഷ്യവും നഷ്ടപ്പെട്ടു പോയതായ വിശ്വാസ ജീവിതത്തിൻ്റെ മൂല്യങ്ങളും നമുക്ക് തിരിച്ചു പിടിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ലോകത്തിൻ്റെ പ്രമാണങ്ങളല്ല,
വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നതായിട്ടുള്ള മാതൃകയാണ് ക്രൈസ്തവ വിശ്വാസി പിന്തുടരേണ്ടതെന്ന് ശക്തമായി ഈ സന്ദേശത്തിലൂടെ ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. മൂന്നാമതായി, എന്തുകൊണ്ട് നാം വിശുദ്ധിയിൽ ജീവിക്കണം എന്ന് ചോദിച്ചാൽ, വിശുദ്ധിയിൽ ജീവിക്കുന്നതായ ദൈവത്തിൻ്റെ മക്കൾക്കാണ് ദൈവത്തിൻ്റെ സംരക്ഷണം നൽകുന്നത്. നാം ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ നടക്കാനായി തുടങ്ങുമ്പോൾ, സ്വർഗീയ പിതാവിൻ്റെ ഒരു പ്രത്യേകമായ സംരക്ഷണം നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഉദാഹരണത്തിന് പറഞ്ഞാൽ, പഴയ നിയമത്തിനകത്ത് യോസേഫിൻ്റെ ജീവിതം, അതുപോലെ തന്നെ ദാനിയേലിൻ്റെ ജീവിതമൊക്കെ നമുക്കൊരു പ്രത്യേക മാതൃക തരുന്നതായ വ്യക്തിത്വങ്ങളാണ്. ദാനിയേൽ പ്രവചന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്നതായിട്ടുള്ള വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്നാണ്. തനിക്ക് അശുദ്ധി ഭവിക്കാനായിട്ട് ഇടവരുത്തരുത് എന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിക്കുകയും ചെയ്തു. ദാനിയേൽ പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ദാനിയേൽ ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് വേറിട്ട് നിന്നപ്പോൾ ദൈവം തമ്പുരാൻ ബാബിലോണിൽ തന്നെ മറ്റുള്ളവരെക്കാൾ 10 ഇരട്ടി വിശിഷ്ടനാക്കി മാറ്റാനായിട്ട് ഇടയായി തീർന്നു എന്നാണ്. സ്തോത്രം. വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുകയും വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ പൈതലിനെ ഈ ലോകത്തിൻ്റെ മോഹങ്ങളും ഈ ലോകത്തിൻ്റെ ഇച്ഛകളും കീഴടക്കാനായിട്ട് ശ്രമിച്ചാലും ശരി, അതിൽ വീണുപോകാതിരിക്കാൻ ഒരു ദൈവീകമായ പ്രൊട്ടക്ഷൻ, ഒരു ദൈവീകമായ കരുതൽ എപ്പോഴും ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഈ വിശുദ്ധി തൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് ദാനിയേൽ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ദാനിയേലിന് ഈ വിശുദ്ധിയുടെ പാഠങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചത്? ഒരന്യനാട്ടിൽ കൂടെ ഉപദേശിക്കാനായിട്ട് ആരുമില്ലാതെ, മാതാപിതാക്കളില്ലാതെ വേറിട്ട് ജീവിക്കുമ്പോൾ യൗവന പ്രായത്തിൽ ദാനിയേലിന് വേണമെങ്കിൽ ഇഷ്ടമുള്ള വഴികളിലൂടെ നടക്കാമായിരുന്നു. പക്ഷേ വീട്ടിനകത്ത് നിന്ന് ബാല്യത്തിൽ പഠിച്ചതായിട്ടുള്ള ന്യായപ്രമാണ തത്വങ്ങൾക്കകത്ത് ജീവനുള്ള ദൈവം വിശുദ്ധനാണെന്നും വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ള ആ ബാലപാഠം ഹൃദയത്തിനകത്ത് കിടന്നതുകൊണ്ട് തന്നെ ദാനിയേൽ അത്, സ്തോത്രം, ജീവിതത്തിൻ്റെ ഏത് സ്ഥലത്തും അത് പാലിക്കാനായി ശ്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധിയുടെ നല്ല പാഠങ്ങൾ പകർന്നു കൊടുക്കപ്പെടേണ്ട പ്രാരംഭ പാഠശാല നമ്മുടെ ഭവനങ്ങളാണ്. മാതാപിതാക്കളുടെ അശുദ്ധമായ ജീവിതങ്ങൾ, തെറ്റായ സംസാരങ്ങൾ, തെറ്റായ പെരുമാറ്റങ്ങളെല്ലാം കുഞ്ഞുങ്ങളെ സ്വാധീനിക്കും. എന്നാൽ വചനത്തിൻ്റെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ച് അവരെ വിശുദ്ധിയിൽ വളർത്താൻ ശ്രമിച്ചാൽ അവരൊരുപക്ഷെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ പോയാലും ശരി, ഒരുപക്ഷെ പഠനവുമായി ബന്ധപ്പെട്ട്, ഉപജീവനവുമായി ബന്ധപ്പെട്ട് അവരേതൊരു സ്ഥലത്തായിരുന്നാലും ശരി, അവർ വിശുദ്ധിയിൽ ജീവിക്കാനായി ശ്രദ്ധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഈ ദാനിയേൽ പ്രവചന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്ന 2 കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, ദാനിയേൽ തനിക്ക് അശുദ്ധി ഭവിക്കാൻ ഇടവരരുത് എന്ന് തൻ്റെ ഹൃദയത്തിൽ ഒരു തീരുമാനം എടുത്തു. സ്തോത്രം. ഇളകിപ്പോകുന്ന, ചാഞ്ചാടിപ്പോകുന്ന ഒരു മനസ്സിൻ്റെ ഉടമയല്ലായിരുന്നു ദാനിയേൽ. മറിച്ച് അവനൊരു തീരുമാനമെടുത്ത് ഹൃദയത്തിൽ, എനിക്ക് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും വചനവിരുദ്ധമായതൊന്നും വേണ്ട എന്നൊരു തീരുമാനമെടുത്തു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിനക്കൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുമോ? ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും, ദൈവവചനത്തിന് വിരുദ്ധമായതൊന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ വേണ്ട. എനിക്ക് അശുദ്ധി ഭവിക്കാൻ ഞാൻ എന്നെ തന്നെ അനുവദിക്കുകയില്ല. എൻ്റെ കർത്താവിൻ്റെ പൈതലാണ് ഞാൻ, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഒരു വ്യക്തിയാണെന്നുള്ള പൂർണ്ണ ബോധ്യം ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു തീരുമാനം എടുക്കേണ്ടത് ഹൃദയത്തിനകത്താണ്. ഇന്ന് പലരും, സ്തോത്രം, ഹൃദയത്തിനകത്ത് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ
പ്രലോഭനങ്ങളുടെ മധ്യത്തിൽ വീണു പോകുന്നവരാണ്. 2, ഈ ദാനിയേൽ തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു. കൽദയരുടെ വിദ്യയും സ്തോത്രം ഭാഷയൊക്കെ അഭ്യസിപ്പിക്കാൻ തൊക്കെ നിയോഗിക്കപ്പെട്ടതായ ഷണ്ണാധിപനായ അസ്പാനോസിനോട് പറയുകയാണ്, എനിക്ക് അശുദ്ധി ഭവിക്കത്തക്കതായിട്ടുള്ള ഒരു ഭക്ഷണവും തരരുത്. ഞാനൊരു യഹൂദ ബാലനാണ്. എനിക്ക് എൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതായിട്ടുള്ള വിഗ്രഹാർപ്പിതം തിന്നാൻ പാടില്ല, വീഞ്ഞ് കുടിക്കാൻ പാടില്ല എന്നുള്ളതായ ആ കൽപ്പന അനുസരിച്ച് യജമാനൻ എനിക്ക് അശുദ്ധി ഭവിക്കുന്ന ആഹാരങ്ങൾ തരരുത്, മറിച്ച് ശാഖപദാർത്ഥങ്ങൾ തന്നെ പരിശോധിച്ചാലും. കണ്ടോ, അവിടെ ഒരു ശ്രമം നടക്കുകയാണ്. നമ്മൾ ഓർത്തു വേണം, വിശുദ്ധിക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്നവന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? സ്തോത്രം, വേറിട്ട് നിൽക്കേണ്ടടുത്ത് വേറിട്ട് നിൽക്കാനായിട്ട് നമുക്ക് കഴിയണം. നോ പറയാനടുത്ത് നോ പറയാനായിട്ട് കഴിയണം. പലപ്പോഴും നമ്മൾ പറയുന്നു, അയ്യോ ഞാൻ ഇതിൽ നിന്ന് നോ പറഞ്ഞാൽ എന്നെക്കുറിച്ച് ആളുകൾ എന്ത് ചിന്തിക്കും, അവരെന്നെ സ്തോത്രം ഒരുപക്ഷെ ഒരു പഴഞ്ചനായി കാണും, അതുകൊണ്ട് അവരുടെ ആ ഒരു സന്തോഷത്തിൽ അവരുടേതായിട്ടുള്ള മ്ലേച്ഛതയിൽ അല്പനേരത്തേക്ക് പങ്കുചേർന്നാലും ശരി, ദൈവം അങ്ങ് ക്ഷമിച്ചോളും, ദൈവം കണ്ടില്ല എന്ന് നടിച്ചോളും എന്ന് പറഞ്ഞ് സ്തോത്രം ജീവിക്കുന്നതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നീ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവോ, നിന്റെ ഭാഗത്ത് അതിനൊരു റെസ്പോൺസ് ഉണ്ടാവണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിനൊരു തീരുമാനം ഉണ്ടായി. കർത്താവിൻ്റെ സന്നിധിയിൽ ആ തീരുമാനത്തോടുകൂടി നീ പ്രവർത്തിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം നിന്നെ സഹായിക്കും. ദാനിയേലിനെ 10 ഇരട്ടി വിശിഷ്ടനാക്കി മാറ്റിയെങ്കിൽ നിന്റെ തീരുമാനവും നിന്റെ സമർപ്പണവും നിന്റെ അതിനുവേണ്ടിയുള്ള ആഗ്രഹവും സർവശക്തനായ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. സങ്കീർത്തനത്തിൽ പറയുന്നത്, 15-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതിരിക്കുന്നവൻ. ഇങ്ങനെയുള്ളവർ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. 1-ാം സങ്കീർത്തനം 1-ാമത്തെയും 2-ാമത്തെയും വാക്യം പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ നീ കൃതാർത്ഥനായി തീരും, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആയിത്തീരും, ഫലം തക്ക സമയത്ത് കായ്ച്ചുകൊണ്ടിരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കൊരു പ്രത്യേക സംരക്ഷണം ദൈവം എപ്പോഴും നൽകുന്നു എന്നുള്ളതാണ്. നമ്മൾ തുടർന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ എങ്ങനെ നമുക്ക് വിശുദ്ധരാകാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഭംഗിയായി പുതിയ നിയമത്തിനകത്ത് പല ഭാഗങ്ങളിലും ഇതിനാവശ്യമായിട്ടുള്ള വിവരണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ യേശു നടത്തുന്നതായിട്ടുള്ള മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഇങ്ങനെ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, അവർ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം സെറ്റ് അപ്പാർട്ട് എന്നാണ്. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി കർത്താവ് തന്നെ വിശുദ്ധീകരിക്കുകയാണ്. എന്തിനു വേണ്ടി? അവർ സാക്ഷാൽ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് ഈ മഹാപുരോഹിത പ്രാർത്ഥന നടത്തുന്നത്. അപ്പോൾ കർത്താവ് അവിടെ പ്രാർത്ഥിക്കുകയാണ് 19-ാമത്തെ വാക്യത്തിൽ, കർത്താവേ, നീ എനിക്ക് തന്നതായ മക്കളിൽ ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, സ്തോത്രം ദൈവമേ, നാം സാക്ഷാൽ, അതായത് അവർ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആയിത്തീരേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇതിനെ നമുക്ക് നന്നായി മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിനകത്ത് ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം കൂടി നിങ്ങൾ ചേർത്ത് പഠിക്കണം. അവിടെ നമ്മൾ കാണുന്നത്, ഇയ്യോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് തൻ്റെ മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവർ കഴിഞ്ഞ ദിവസം സഹോദരങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഒരു പിതാവ്.
ഇവിടെ ഇതാ ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് വിശുദ്ധിയിൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വിശുദ്ധിയിൽ ഐക്യപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ യേശു ക്രിസ്തുവിന് കൊടുത്ത ശിഷ്യന്മാരും വിശുദ്ധിയിൽ നിലനിൽക്കേണ്ടതിന് അവർക്ക് വേണ്ടി കർത്താവ് തന്നെ വിശുദ്ധീകരിക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ചിലപ്പം 3-4 ആളുകൾ കാണും. ഭർത്താവ്, ഭാര്യ, മക്കള്, ഇങ്ങനെ ഉൾപ്പെടുന്നതായിട്ടുള്ളൊരു കുടുംബം. ഈ കുടുംബത്തിൽ എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ സമയങ്ങളിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും വചനം പഠിക്കാനും ഒരുമിച്ചിരുന്ന് സ്തോത്രം ദൈവസന്നിധിയിൽ ആരാധിക്കുവാനും ഒക്കെ കഴിയാതെ വരും. അപ്പം എന്തു ചെയ്യും? ചിലപ്പോൾ വീട്ടിലുള്ളതായിട്ടുള്ള ഗ്രഹനാഥൻ ഒരല്പം ആത്മീയനാണെങ്കിൽ അദ്ദേഹം കൂടുതൽ ദൈവത്തോടടുക്കും. അതേസമയം ഭാര്യ കുറച്ചുകൂടി ആത്മീയമായിട്ട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കൂട്ടായ്മകളിൽ പങ്കെടുത്ത് വചനം കേട്ട് ആരാധിച്ച് അവർ വിശുദ്ധിയിൽ വളരാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ മക്കള്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു കുടുംബത്തിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള നിലവാരത്തിലായിരിക്കും ആത്മീയ അനുഭവങ്ങൾ. പക്ഷെ അതേസമയം ആരാണോ ആത്മീയമായിട്ട് കൂടുതൽ ഉയർന്നു നിൽക്കുന്നത്, ആ വ്യക്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിരുന്ന് കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി, അതായത് സ്തോത്രം ഇടിവിൽ നിന്നുകൊണ്ട് ഈ വ്യക്തി തൻ്റെ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ടവരെ കാത്തുകൊള്ളണമേ, അവരെ വിശുദ്ധീകരിക്കണമെന്ന് പറയുമ്പോൾ അവരുടേതായ ആ അനുഭവങ്ങളും കുറവുകളുമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് മധ്യസ്ഥ ചെയ്യുന്നത് പോലെ യേശു കർത്താവും തൻ്റെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യാണ്. കർത്താവെ, അവരെ വിശുദ്ധീകരിക്കണമേ. അപ്പം നമ്മൾ നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായി കഴിയും. അവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിനകത്ത് ആരെങ്കിലും സ്തോത്രം ദൈവഭാഗത്ത് വന്നിട്ടില്ലെങ്കിൽ, നമ്മൾ അനുഭവിക്കുന്ന കൃപ അനുഭവിക്കാത്തവരാണെങ്കിൽ നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് കർത്താവെ, അവരെയും നിന്നിൽ ഒന്നാക്കി ചേർക്കാൻ നീ കൃപ ചെയ്യണമേ, അതിന് എന്നെ തന്നെ വേർതിരിക്കുന്നെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിനകത്താകമാനം ഒരു വിശുദ്ധീകരണം നടക്കുന്നു. നമ്മുടെ വിശുദ്ധീകരണത്തിലൂടെ അവരും സ്തോത്രം ആ ഒരു വിശുദ്ധിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. അതുപോലെ തന്നെ നമ്മൾ 1 തീമോഥെയോസ് 4:5 വായിക്കുന്നത് ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ്. കാരണം അത് കാലിന് ദീപമാണ്, അത് പാതയ്ക്ക് പ്രകാശമാണ്, അത് മുഖം നോക്കുന്ന കണ്ണാടിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ ദൈവത്തിൻ്റെ വചനം ചൂണ്ടിക്കാണിച്ചു തരികയും അതിലൂടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മുടെ കുറവുകളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധീകരിക്കപ്പെടുന്നതിനും കാരണമായി തീരുന്നു. 1 യോഹന്നാൻ 1:7 പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഒരു വ്യക്തിയുടെ വിശുദ്ധിയുടെ ആധാരം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം പ്രവർത്തികൾ കൊണ്ടോ, എൻ്റെ സ്വന്തം ഭക്തി കൊണ്ടോ, എൻ്റെ സ്വന്തം അധ്വാനം കൊണ്ടോ എനിക്കൊരിക്കലും വിശുദ്ധനാകാൻ പറ്റത്തില്ല. ഞാൻ എത്രത്തോളം വിശുദ്ധിക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചാലും ശരി, ഞാനൊരു പരിധി വരെ പരിശ്രമിച്ച് കഴിയുമ്പോൾ വീണ്ടും താഴോട്ട് വരും. എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വയം വിശുദ്ധനാകാൻ കഴിയാത്തത് കൊണ്ടാണ് മറ്റൊരാളിൻ്റെ സഹായം എനിക്ക് ആവശ്യമായിരിക്കുന്നത്. അങ്ങനെ പാപികളായ മനുഷ്യവർഗത്തിന് അവൻ്റെ നീതി പ്രവർത്തികൾ കൊണ്ടും അവൻ്റെ യാഗകർമ്മങ്ങൾ കൊണ്ടും വിശുദ്ധരാകാൻ കഴിയാത്തത് കൊണ്ടാണ് യേശു ക്രിസ്തു, പാപരഹിതനായ യേശു ക്രിസ്തു തൻ്റെ പുണ്യാഗ രക്തം കാൽവരിയിൽ ചൊരിയുവാനിടയായി തീർന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയുള്ള ഒരു വിശുദ്ധീകരണമുണ്ട്. പാപത്തെ കഴുകി വിശുദ്ധീകരിക്കാൻ പറ്റും. അതുകൊണ്ട് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കാൻ മതിയായതാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി തിരുവെഴുത്ത് പറയുന്നത്, എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ പറയുന്നത്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാവുമല്ലോ. പിന്നെ എന്ത് ചെയ്യണം? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും
തമ്മിൽ സംസാരിച്ച് കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും കൊണ്ട് ആത്മീക വർധന വരുത്തണം. അപ്പോൾ എങ്ങനെ നമ്മൾ ആത്മാവിൽ വളരണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണ് നമ്മൾ വിശുദ്ധിയിൽ വളരുന്നത്. ആത്മാവിൽ നിറഞ്ഞിരുന്നാൽ ജഡത്തിൻ്റെ ഇച്ഛകൾ നമ്മൾ നിർവഹിക്കുകയില്ല, നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാനായി കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസവും ആഗ്രഹിക്കണം, കർത്താവേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകിയല്ലോ, ഇനി ഞാൻ വിശുദ്ധിയിൽ വളരാൻ അങ്ങയുടെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ. എന്നിൽ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിറയുമ്പോൾ കർത്താവേ, എനിക്ക് ദൈവമേ ജഡത്തിൻ്റെ ഇച്ഛകളെ ജയിക്കാനും വിശുദ്ധിയിൽ വളരാനും കഴിയുമല്ലോ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് ആ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹിക്കണം. നമ്മൾ അശുദ്ധിയിലിരിക്കുമ്പോൾ ദുർനടപ്പിലേക്ക് നമ്മൾ പോകും, പാപം പെരുകാനിടയായിത്തീരും, നമ്മളിലുള്ള ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു. എന്നാൽ ആത്മാവിൽ നമ്മൾ നിറഞ്ഞിരിക്കുമ്പോൾ ആത്മസ്വഭാവം നമ്മിൽ നിന്ന് വെളിപ്പെട്ടു വരും. ക്രിസ്തു യേശുവിൻ്റെ ഭാവം നമ്മളിൽ ഉളവായി വരാനിടയായിത്തീരും. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞിരിക്കുന്നതിലൂടെ നമുക്ക് വിശുദ്ധരായി തീരുവാൻ തക്കവണ്ണം കഴിയും. പ്രിയപ്പെട്ടവരെ, ഒടുവിലായി കർത്താവ് വീണ്ടും വരുന്നത് വിശുദ്ധരെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ വീണ്ടും പ്രത്യക്ഷനാകും എന്ന് എബ്രായർ 9:28 പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വിശുദ്ധിയിൽ വളരാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്ന വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, നിർമ്മലൻ ഇനിയും തന്നെ നിർമ്മലീകരിക്കട്ടെ എന്നാണ്. അപ്പോൾ ഓരോ ദൈവത്തിൻ്റെ മക്കളും ഓരോ ദിവസവും വിശുദ്ധിയിൽ വളരണം, വിശുദ്ധരാകാൻ ആഗ്രഹിക്കണം. ദൈവിക വിശുദ്ധി നമ്മിൽ നിറയാൻ തക്കവണ്ണം ആഗ്രഹിക്കണം. കാരണം നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവമാണ് വിശുദ്ധി. നമ്മളൊരു തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിറ്റിയാണ്. മാത്രമല്ല, അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. പിശാചിന് നമ്മുടെ മേൽ ഒരു അധികാരം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിശുദ്ധിയിൽ വളരാനായിട്ട് ആഗ്രഹിക്കാം, വിശുദ്ധിയോടെ ജീവിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി നമ്മളെ ശക്തീകരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഓരോ ദിവസവും നമുക്ക് കഴുകൽ പ്രാപിച്ച് പ്രാർത്ഥനയിലും വചനധ്യാനത്തിലിട്ടിരുന്ന് മുന്നേറുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സർവശക്തനായ ദൈവമേ, അവിടുത്തെ വിശുദ്ധി ഞങ്ങളിൽ വളർന്നു വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ആ വിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, അടിയങ്ങളെ നിറയ്ക്കണമേ ദൈവമേ. ഈ പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന സകലരെയും ആ വിശുദ്ധിയാൽ, ആ ദൈവിക വിശുദ്ധിയാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അശുദ്ധികൾ മാറിപ്പോട്ടെ, പാപചിന്തകൾ മാറിപ്പോട്ടെ, പാപത്തിൻ്റെ പ്രവൃത്തികൾ മാറിപ്പോട്ടെ കർത്താവേ. നിന്റെ രക്തത്താൽ നിന്റെ മക്കളെ കഴുകണമേ ദൈവമേ. വചനത്താൽ അവരെ ദൈവമേ സ്നാനപ്പെടുത്തണമേ കർത്താവേ. അവരുടെ മേൽ നിന്റെ അഭിഷേകം കൊണ്ട് നിറയണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. ദൈവിക വിടുതലുകളും സൗഖ്യങ്ങളും അവർ അനുഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമ്മൾ ഒരുമിച്ച് കാണുവോളം ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കാൻ ദൈവം സഹായിക്കട്ടെ. നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യണമേ എന്ന് പ്രത്യേകമായി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.